ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് കറണ്ട് അഫയേഴ്സിൻ്റെ മോക്ക് ടെസ്റ്റിൻ്റെ ക്ലാസ്സാണ്. ഇത് പാർട്ട് 3 ആണ്. നമ്മൾ 2 പാർട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ എല്ലാവരും മോക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. ഓൾറെഡി കുറേ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇത്തിരി ബെറ്റർ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 25 ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡൽഹിയിലെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത്. ഡൽഹിയിലെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ രേഖ ഗുപ്ത. രേഖ ഗുപ്തയാണ് ഡൽഹിയിലെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത്. ഡൽഹിയിലെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖ ഗുപ്ത. ഡൽഹിയിലെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് നിലവിലെ മുഖ്യമന്ത്രിയായ രേഖ ഗുപ്ത. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ന്യൂസിലാൻഡ് പാർലമെന്റ് വ്യക്തിത്വ പദവി നൽകിയ പർവ്വതം. ന്യൂസിലാൻഡ് പാർലമെന്റ് വ്യക്തിത്വ പദവി നൽകിയ പർവ്വതം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ താരനഗി മംനൗഗ. താരനഗി മംനൗഗയാണ് ന്യൂസിലാൻഡ് പാർലമെന്റ് വ്യക്തിത്വ പദവി നൽകിയ പർവ്വതം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതീക്ഷിത GDP വളർച്ചാ നിരക്ക് എത്ര? 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതീക്ഷിത GDP വളർച്ചാ നിരക്ക് എത്ര? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ 6.30 മുതൽ 6.80% വരെയാണ് 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതീക്ഷിത GDP വളർച്ചാ നിരക്ക്. എത്രയാണ്? 6.30 മുതൽ 6.80% വരെ. അപ്പോൾ ഡൽഹിയിലെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് രേഖ ഗുപ്ത. ന്യൂസിലാൻഡ് പാർലമെന്റ് വ്യക്തിത്വ പദവി നൽകിയ പർവ്വതമാണ് താരനഗി മംനൗഗ. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതീക്ഷിത GDP വളർച്ചാ നിരക്കാണ് 6.30 മുതൽ 6.80% വരെ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഫോബ്സ് മാസിക തയ്യാറാക്കിയ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? ഫോബ്സ് മാസിക തയ്യാറാക്കിയ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 12. 12ാം സ്ഥാനമാണ് ഇന്ത്യയുടേത്. 1ാം സ്ഥാനം ഏത് രാജ്യത്തിനാണ്? അമേരിക്ക. 2ാം സ്ഥാനം ചൈന. അപ്പോൾ ഫോബ്സ് മാസിക തയ്യാറാക്കിയ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 12. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2026 AI ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം. 2026 AI ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ഇന്ത്യ. ഇന്ത്യയിൽ വെച്ചാണ് 2026 AI ഉച്ചകോടി നടക്കുന്നത്. അപ്പോൾ 2025 AI ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏതായിരുന്നു? ഫ്രാൻസ്. 2025 AI ഉച്ചകോടിക്ക് വേദിയായത് ഫ്രാൻസ്. 2026 AI ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യ. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യൻ പ്രതിനിധിയായി നിയമിതയായ മലയാളി. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യൻ പ്രതിനിധിയായി നിയമിതയായ മലയാളി ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി സൗമ്യ നായർ. സൗമ്യ നായരാണ് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യൻ പ്രതിനിധിയായി നിയമിതയായ മലയാളി. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. ഫോബ്സ് മാസിക തയ്യാറാക്കിയ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 12. 2026 AI ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യൻ പ്രതിനിധിയായി നിയമിതയായ മലയാളിയാണ് സൗമ്യ നായർ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2025 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി. 2025 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ റിയോ ഡി ജനീറോ. റിയോ ഡി ജനീറോയിലാണ് 2025 ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഇന്ത്യയുടെ പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ഗ്യാനേഷ് കുമാർ. ഗ്യാനേഷ് കുമാറാണ് ഇന്ത്യയുടെ പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഈ വർഷത്തെ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഈ വർഷത്തെ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി KP ശങ്കരൻ. KP ശങ്കരനാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഈ വർഷത്തെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. 2025 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദിയാണ് റിയോ ഡി ജനീറോ.
ഇന്ത്യയുടെ പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ജ്ഞാനേഷ് കുമാർ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഈ വർഷത്തെ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് KP ശങ്കരൻ. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ന്യൂ ഐക്കൺ എന്ന പുസ്തകം എഴുതിയത്. ദ ന്യൂ ഐക്കൺ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി അരുൺ ഷൂരി. അരുൺ ഷൂരിയാണ് ദ ന്യൂ ഐക്കൺ എന്ന പുസ്തകം എഴുതിയത്. 11ാമത്തെ ക്വസ്റ്റ്യൻ. മരിയ ജസ്റ്റ് മരിയ എന്ന പുസ്തകം ആരുടേതാണ്? മരിയ ജസ്റ്റ് മരിയ എന്ന പുസ്തകം ആരുടേതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി സന്ധ്യാമേരി. സന്ധ്യാമേരിയുടെ പുസ്തകമാണ് മരിയ ജസ്റ്റ് മരിയ. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 37ാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി. 37ാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി എവിടെയാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി തൃശ്ശൂർ. 37ാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദിയാണ് തൃശ്ശൂർ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ദ ന്യൂ ഐക്കൺ എന്ന പുസ്തകം എഴുതിയത് അരുൺ ഷൂരി. മരിയ ജസ്റ്റ് മരിയ എന്ന പുസ്തകം എഴുതിയത് സന്ധ്യാമേരി. 37ാമത് കേരള സയൻസ് കോൺഗ്രസിന് വേദിയാകുന്നത് തൃശ്ശൂർ. 14ാമത്തെ ക്വസ്റ്റ്യൻ. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ചത്. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ചത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ജഗതി ശ്രീകുമാർ. ജഗതി ശ്രീകുമാറിനാണ് 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ചത്. 15ാമത്തെ ക്വസ്റ്റ്യൻ. കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ. കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 1056. 1056 കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ. 16ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത്. അപ്പോൾ 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ചത് ജഗതി ശ്രീകുമാറിന്. കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1056. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. 17ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിലെ ആദ്യ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിലെ ആദ്യ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലാണ് ഇന്ത്യയിലെ ആദ്യ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. 18ാമത്തെ ക്വസ്റ്റ്യൻ. 2024 നിലവിൽ വന്ന ലോകസഭ എത്രാമത്തേതാണ്? 2024 നിലവിൽ വന്ന ലോകസഭ എത്രാമത്തേതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 18ാമത്. 18ാമത്തെ ലോകസഭയാണ് 2024 നിലവിൽ വന്നത്. 19ാമത്തെ ക്വസ്റ്റ്യൻ. റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവൽ എഴുതിയതാര്? റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവൽ എഴുതിയതാര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി അഖിൽ പി ധർമ്മജൻ. അഖിൽ പി ധർമ്മജനാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവൽ എഴുതിയത്. അപ്പോൾ ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിലെ ആദ്യ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡിൽ. 2024 നിലവിൽ വന്ന ലോകസഭ എത്രാമത്തേതാണ്? 18ാമത്തേത്. റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവൽ എഴുതിയത് അഖിൽ പി ധർമ്മജൻ. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 63ാമത് സ്കൂൾ കലോത്സവ ജേതാക്കൾ. 63ാമത് സ്കൂൾ കലോത്സവ ജേതാക്കൾ ആരായിരുന്നു? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി തൃശ്ശൂർ. അപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന 63ാമത് സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായത് തൃശ്ശൂർ ജില്ലയാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യ ഭാഷാ സാഹിത്യ മ്യൂസിയം. ഇന്ത്യയിലെ ആദ്യ ഭാഷാ സാഹിത്യ മ്യൂസിയം ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി അക്ഷര മ്യൂസിയം. അക്ഷര മ്യൂസിയമാണ് ഇന്ത്യയിലെ ആദ്യ ഭാഷാ സാഹിത്യ മ്യൂസിയം. 22ാമത്തെ ക്വസ്റ്റ്യൻ. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗമായ രാജ്യം. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗമായ രാജ്യം ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയാണ് 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗമായ രാജ്യം. അപ്പോൾ 63ാമത് സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായത് തൃശ്ശൂർ. ഇന്ത്യയിലെ ആദ്യ ഭാഷാ സാഹിത്യ മ്യൂസിയമാണ് അക്ഷര മ്യൂസിയം. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗമായ രാജ്യമാണ് ഇന്തോനേഷ്യ.
23-ാമത്തെ ക്വസ്റ്റ്യൻ, ലോകാരോഗ്യ സംഘടനയിൽ നിന്നും ഈ അടുത്തിടെ പിന്മാറിയ രാജ്യം. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും ഈ അടുത്തിടെ പിന്മാറിയ രാജ്യം ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, അമേരിക്ക. അമേരിക്കയാണ് ലോകാരോഗ്യ സംഘടനയിൽ നിന്നും ഈ അടുത്തിടെ പിന്മാറിയ രാജ്യം. 24-ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതി. സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതി ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, പൊൻവാക്ക്. പൊൻവാക്കാണ് സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതി. 25-ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം എവിടെയാണ്? കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം എവിടെയാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, ഫറോക്ക്. ഫറോക്കിലാണ് കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം നിലവിൽ വന്നത്. അപ്പോൾ ലോകാരോഗ്യ സംഘടനയിൽ നിന്നും ഈ അടുത്തിടെ പിന്മാറിയ രാജ്യം ചോദിച്ചാൽ അമേരിക്ക. സംസ്ഥാനത്തെ ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതിയാണ് പൊൻവാക്ക്. കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം എവിടെയാണ്? ഫറോക്ക്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ്. എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും ഒരുപാട് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സും മോക്ക് ടെസ്റ്റുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്